ഇതൊക്കെ ഇപ്പൊ ഞാൻ ചെയ്യൂലേ? നിങ്ങളെന്തിനാ അടിച്ചു വരാൻ പോണേ? കാലിന്റെ മുട്ടുവേദനയാണ്, കാലെടുക്കാൻ വയ്യ. എന്നിട്ട് നേരെ വിളിച്ചാൽ വീട് നാട് മുഴുവൻ ചുറ്റി കറങ്ങും ചെയ്യും. പിന്നെ എനിക്ക് നാട്ടുകാരെ വീട്ടുകാരെയൊക്കെ കാണണം. ഇതിനകത്ത് കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ? എന്തിനാ കാണുന്നത്? മേരിക്കുട്ടിയുടെ മോള് പ്രസവിച്ചിട്ട് വേണ്ടി വന്നിട്ടുണ്ട്. അതിനൊന്ന് കാണാൻ വേണ്ടി പോയതാ. ഈ മുറ്റത്ത് കളിച്ചു നടന്ന കൊച്ചല്ലേ, മക്കളും ഇല്ല, ഒന്നുമില്ലാതെ. അവനെന്തായാലും പറ്റിയ ആരും ഉണ്ടാവില്ല, നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. ആ ഡോക്ടറെ കണ്ട് കാലിൻ്റെ എക്സ്റേ എടുത്തപ്പോൾ എന്താ പറഞ്ഞു? 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഓപ്പറേഷൻ നടത്തണമെന്ന്, അതുവരെ കാലിളകാണ്ടിരിക്കണമെന്ന്. അപ്പഴാ മാതിരി തോന്നിയാസം. ഞാൻ ആ കൊച്ചിന് ഇച്ചിരി കോഴിമുട്ട കൊണ്ട് കൊടുക്കാൻ പോയത്. അത് നിറവേറായിട്ടിരിക്കും. ഇപ്പം അത് കഴിക്കേണ്ട സമയമാണ്. ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ഒരു 10,000 റുപ്യ വേണം. അതിനെന്താ ചെയ്യേണ്ടത് വെച്ചിട്ട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ ഇപ്പം കുറേ കിട്ടും. ഇതാ എൻ്റെ കുഴിയിലോട്ട് എടുക്കുമ്പോഴേ ഈ മുട്ടുവേദന മാറുള്ളൂ എന്ന് തുടങ്ങിയതാ. ഞാൻ സത്യശീലനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിന്? എടി അവന് ഈ മരക്കച്ചവടക്കാരൊക്കെ ആയിട്ട് നല്ല പരിചയമാണേ. നല്ലൊരു മരക്കച്ചവടക്കാരന് കിട്ടിയാൽ നമ്മൾ വിചാരിച്ച കാശ് കിട്ടുമെങ്കിൽ നമുക്ക് ഈ പ്ലാവാണ്ട് കൊടുക്കാം. ഈ പ്ലാവോ? ആ, ഇനിയിപ്പൊ അത് മുറിക്കാഞ്ഞിട്ടപ്പ അത് ഇതിനിപ്പോ പ്ലാവ് മുറിക്കണേ? എന്തേ? അതൊന്നും മുറിക്കണ്ട. ഇഷ്ടം പോലെ ചക്ക ഉണ്ടാവണതാ. പിന്നെ നീ ഇപ്പൊ ചക്കയാണല്ലോ തിന്നണ്. ഇന്നത്തെ കാലത്ത് ആരാടി ചക്ക തിന്നണ്? ഒരു മഴ പെയ്ത എല്ലാം കൊഴിഞ്ഞ് താഴെ വീഴല്ലേ. അങ്ങനെ നിക്കണേക്കാ നല്ലത് അതാണ്ട് കൊടുത്താ 10,000 റുപ്യ കിട്ടും. അതൊന്നും ഞാൻ സമ്മതിക്കില്ല. പ്ലാവ് മുറിച്ചിട്ട് പിന്നെ മുട്ടുകാലം അങ്ങനെ ഉണ്ടാക്കണ്ട. അപ്പൊ എടി എനിക്ക് ആ പ്ലാവിനും ചക്കയൊക്കെ വലുത് എന്റെ കാലാന്ന്. അതിന് വേറെ വല്ല വഴി നോക്കണം. അല്ലാതെ പറമ്പിലെ മരം മുറിച്ചിട്ടല്ല ഇപ്പൊ ചികിത്സിക്കണത്. അമ്മ അത് അങ്ങനെ നടാൻ തോന്നുന്നോണ്ട് ഇപ്പൊ അതൊരു ഗുണത്തിൽപ്പെട്ടു. അണക്കെന്തായാലും പറ്റി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരാ ഉണ്ടാവുക? എനിക്കെന്ത് പറ്റാനാ? നിങ്ങൾ പറഞ്ഞിപ്പോ എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത പരിവാക്കൂല. അപ്പൊ എന്തായാലും അവൻ വന്നോക്കട്ടെ. 10,000 റുപ്യ കിട്ടിയാൽ ഞാൻ കൊടുക്കും. കൊടുക്കും, കാണിച്ചു തരാം ഞാൻ. അവിടെ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുടിച്ചോ. എന്നിട്ട് ഒതുങ്ങിയിരിക്ക്. പ്ലാവ് മുറിക്കണ്ട, ഞാൻ തീരുമാനിച്ചോളാം. അതുവല്ല മാവായിരുന്നെങ്കിൽ അവിടെ നിന്നോട്ടെ എന്ന് വെക്കാം. അടിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്നെ കത്തിക്കാലോ. അപ്പൊ പ്ലാവല്ലേ, കോട്ടയം ഇടല്ല. എന്താ ചെയ്യാ? ഇപ്പൊ സുധേട്ടാ, നിങ്ങൾ പറഞ്ഞ പോലെ 16,000 റുപ്യ ഒന്നും കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അല്ല, 16 വേണമെന്നില്ല. നമുക്കിപ്പോ എന്താ അറിയോ, ഒരു 10 റുപ്യയിലും കിട്ടണം, എന്നാലേ കാര്യം നടക്കണം. 10 റുപ്യ ഇപ്പൊ നാളെ ആരോ ഒരാൾ വന്ന് നോക്കിയല്ലോ. അവൻ അത്ര വലിയൊന്നും കണ്ടില്ല. അവൻ പറഞ്ഞു ഇത് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് 4 റുപ്യ എന്നാ തരാന്നാ പറഞ്ഞു. 4 റുപ്യൊന്നും കൊടുക്കണ്ട. അതെ, ഒരു 10,000 റുപ്യയിലും കിട്ടണം. അവളുടെ കാൽമുട്ടിന്റെ ഓപ്പറേഷന് 16,000 റുപ്യ വേണമെന്നാ പറഞ്ഞു. 6,000 റുപ്യ ഞങ്ങൾക്ക് വാർദ്ധക്യ പെൻഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ 10 കൂടി ആവുമ്പോ ആ ഓപ്പറേഷൻ അങ്ങോട്ട് നടത്താലോ. അതുകൊണ്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ഈ തേൻവരി ചക്ക ഉണ്ടാവണ പ്ലാവക്കാരെങ്കിലും കൊടുക്കുവോ? ഇതല്ലേ തേൻവരിക്ക? ഇതല്ലേ തേൻവരിക്ക? അല്ല, നീ ഇത് നോക്കണ്ട, അങ്ങോട്ട് മുകളിലേക്ക് നോക്ക്. എന്റെ ചെറുപ്പത്തിലൊക്കെ ഇതിലത്തെ ചക്ക തിന്നാ ഞാൻ വളർന്നത്. എന്തായാലും ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോഴേ ആ മന്മഥ മുതലാളിയോട് പറഞ്ഞിട്ടുണ്ട്. പുള്ളിയാണെങ്കിൽ എന്താ വെച്ചാൽ കൃത്യമായിട്ട് വിലയും പറയും, പറഞ്ഞ വില തരും ചെയ്യും. അല്ല, അതുകൊണ്ടാ സത്യം ഞാൻ എന്നോട് പറഞ്ഞു. എനിക്കിപ്പോ ഈ മരക്കച്ചവടക്കാരൊന്നും അറിയില്ലോ. അപ്പൊ എന്തായാലും പുള്ളി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ നേരത്തെ പോകുന്നത്. നീ തിരക്ക് പിടിച്ചങ്ങോട്ട് മൊണ്ടായിൽ വന്നിട്ട് പോയാൽ മതി. നമുക്ക് ഒരു കട്ടൻ ചായ കുടിക്കാം. ഒരു മിനിറ്റ്. ഹലോ. സതീശില, ഞാനിവിടെ ഇവിടെ ഒരു 2 കവുങ്ങൊക്കെ നിൽക്കണ വീടിന്റെ അടുത്ത് നിൽക്കാണ്. അതന്നെ അതിന്റെ പിന്നിൽ കാണാൻ ഓടിച്ച വീട്. അല്ല, ഷീറ്റ് ഫ്രണ്ടിൽ ഷീറ്റേ. ഞാനേ ഈ പുറകുവശത്ത് ഓടുകാണ്ട് ഷീറ്റ് നോക്കി കിടക്കുകയാണേ. ഇവിടെ മരം, ഇവിടെ മരം എന്താ തന്നെ മരം. ഇതാ മരം. അസലിലാവല്ലേ? നീ എന്നോട് പറഞ്ഞ പിടിച്ചാ പിടി കേട്ടാത്ത വലിയ ലാവാന്നൊക്കെ അല്ലേ പറഞ്ഞു. അതിപ്പോ പിടിയൊന്നും ഇത് നോക്കൂല്ലോ. നീ വളർത്തുന്ന വലിയ ലാവാ. എടോ, ഇതില് കാതലില്ലടോ. ഇത് കാതലുണ്ട് മലയാളി. ഏയ്, വളരെ പഴക്കം ചെന്ന മരട്ടോ മോനെ.
കാതലുണ്ട് കാതൽ പഴക്കത്തിന്റെ കാര്യം പറയണ്ട. ഇത് സംഗതി ഇത് കൊള്ളില്ല. ഇതിപ്പോ ആ മൂപ്പലെന്നെ പോലുള്ള ആരോഗ്യശീലി ഈ മരത്തിനുള്ളൂ. ഇത് പോരടോ. ഞാൻ വേറെ വലിയ മരം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ വന്നത്. സത്യമില്ല ഞാൻ വരില്ലായിരുന്നല്ല. ഇതിപ്പോ എന്താ അറിയോ, അവർക്കിപ്പോ ഇത് വിറ്റേ പറ്റുള്ളൂ. പിന്നെ അത്യാവശ്യമാണ്. അപ്പൊ എന്തായാലും ചുളി വിലക്ക് സാധനം കിട്ടും, അതാ ഞാൻ പറയണത്. താല്പര്യമില്ല, ചുളിവിന് കിട്ടുമെങ്കിൽ നോക്കാം. അത്രേ ഉള്ളൂ. ഞാൻ സംസാരിച്ചോടെ? സംസാരിച്ചു നോക്ക്. താല്പര്യമില്ലെന്ന് ഉറക്കാൻ അങ്ങനെ പറഞ്ഞോട്ടെ. എനിക്ക് സത്യത്തിലില്ല. എന്തൊക്കെ മൂപ്പര് പറയണെന്നറിയോ? ഇത് സത്യത്തില് മൂപ്പർക്ക് എടുക്കാൻ താല്പര്യമില്ല. അപ്പൊ നമുക്ക് വേറെ ആരെങ്കിലും നോക്കാമല്ലോ, അപ്പൊ കാര്യം നടക്കണ്ടേ? ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കൊരു 20 ഉറുപ്പിയുടെ വില പറയാം. എന്താ നീ പറഞ്ഞു? താല്പര്യമില്ലാത്ത ആളോട് 20 പറഞ്ഞിട്ട് എന്താ കാര്യം? ഇല്ല, എന്നിട്ട് 10 മുറുക്കിനിച്ച 10. ആ അപ്പൊ ചിലപ്പോ 10 എടുത്താലോ അല്ലേ? 10 എടുത്താലോ? പറയട്ടെ. എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. എന്താ വേണ്ട പോലെ ചെയ്യാനേ ചെയ്യും. ഈ കച്ചവടം നടക്കില്ല. ആ തന്തയ്ക്ക് പ്രാന്താണെന്ന്. ഈ ഉണക്ക മരത്തിന് 20,000 ഉറുപ്പിക വേണം. എന്താ ചെയ്യും? തന്തയോട് പറഞ്ഞു മനസ്സിലാക്ക്. ഇത് മുറിച്ച് തുറന്നു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ തേക്കും ആഞ്ഞിലും നല്ല പ്ലാവ് തന്നെ ആയിരിക്കും എന്ന് പറയും. ഒരു കാര്യം ഞാൻ വിടട്ടെ എന്നാ. അല്ല നിക്ക്, ഇപ്പൊ ഏതായാലും വന്നാലേ ഇതിനിപ്പോ നമുക്ക് മാക്സിമം എത്ര കിട്ടും? ഒരു 15 ഉറുപ്പിക കൂടുതൽ എടുക്കണ്ടട്ടാ. ഇതേ വന്നതിന്റെ പുറത്ത് ഞാനൊരു വില പറയും. ഒരു 10 റുപ്യക്ക് നടക്കും. 10 കിട്ടില്ല. 10 കിട്ടാൻ സാധ്യതയില്ല. അല്ലേ? വേണ്ട, ഞാൻ പോവാം. കച്ചവടം വേണ്ട. നിങ്ങൾ ചോദിച്ചു നോക്ക്. ഞാൻ അങ്ങോട്ട് പോട്ടെ. അതെ, അയാൾ ഒരുമാതിരി വൃത്തികെട്ട സാധനമാണ്. ഇത്രയും വലിയൊരു പ്ലാവിന് വില കാണില്ല എന്ന് പറഞ്ഞാല്. അപ്പൊ നീ എന്നല്ലേ സത്യശീല പറഞ്ഞ അയാൾ നല്ല മനുഷ്യനാന്ന്? അതെ, അയാൾ ഈ കച്ചവടക്കാരി വാക്കിന് വേഷം മാറില്ലേ. എന്നിട്ട് ഇപ്പൊ അയാൾ എത്ര പറയണ്? അയാളിപ്പോ 6 ഉറുപ്പിക തരാന്ന് പറയുന്നത്. 6 ഉറുപ്പിയൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് അതുകൊണ്ടൊരു ഗുണത്തിൽപ്പെടില്ല. പോട്ടെ, വേറെ ആരെങ്കിലും നോക്കാം. അപ്പൊ എന്തായാലും അല്ല, അങ്ങനെ വിടണ്ട. നമുക്ക് ഒന്നുകൂടെ സംസാരിച്ചു നോക്കാം. ഇയാളേക്കും വലിയൊരാളെ കിട്ടില്ല, അതാ ഞാൻ പറയണം. ഇവിടെ സംസാരിക്കണം. നടക്കൂലല്ലേ? നടക്കും. മൂപ്പരിപ്പോ എന്താ പറഞ്ഞാൽ അറിയും? ഒരു 13 ഉറുപ്പിക്കാണ് ഉറപ്പിച്ചു. ഞാനിപ്പോ കിബിക്കടി വെച്ച് കണക്ക് കൂട്ടി നോക്കി. അങ്ങനെ നോക്കിയിട്ട് പോലും ഇത് എനിക്കെടുത്ത നഷ്ടമാണ് സത്യ. എന്റെ മുതലാളി ആ എന്തെങ്കിലും കൊടുക്കും മുതലാളി. കാര്യം ചെയ്യും, വന്നതിന് വേണ്ടി ഒരു 1000 റുപ്യ മാറ്റി കൊടുക്കാം. 11 റുപ്യാണെങ്കിൽ നോക്കാം. 11 കിട്ടില്ല. എന്നാ പിന്നെ വിടാം. ഞാനൊരു കാര്യം പറയട്ടെ, അതായത് ഞാൻ ഇടയ്ക്ക് സംസാരിച്ചല്ലേ, മുതലാളി ഒരു 12 റുപ്യ കൊടുക്കും. സത്യം അതിന് എടുക്കാനില്ലാത്തോണ്ടാണേ. ഒരു 12 കൊടുക്കും മുതലാളി. എന്തെന്നാണ് ഈ കാര്യം? അതിന് തരുമെന്ന് ചോദിക്കും. എനിക്ക് സമയം പോണു, വേറെ അതിനാണെങ്കിൽ ഇത് നടക്കും. ഞാൻ ഈ കച്ചവടം വിടും. ഇല്ലെങ്കിൽ വിട്ട് ഞാനും വിട്ടു. ഞാൻ എപ്പോ വിട്ടു. അതെ, 2 റുപ്യയുടെ കയറ്റി വെച്ചിട്ടുണ്ട്. 8 റുപ്യ അതിലൂടെ ഉറപ്പിച്ചോ, അതാ നല്ലത്. അല്ല സത്യശീല, അതെ ഇപ്പൊ ഞങ്ങളുടെ ഒരു 6, 8 ആവുമ്പോ 14 ഉള്ളൂ. പിന്നെയും 2000 റുപ്യക്ക് അതിന് വേറെ എന്തെങ്കിലും ചെയ്താൽ മതിയെന്ന്. ഇനിയിപ്പോ ഇയാളിപ്പോ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിരിക്കുന്നല്ലേ വേറെ കിട്ടില്ല. അതെ, അപ്പൊ ഇത്ര തന്നെ കിട്ടും. ഇതിനെ 8 കിട്ടും. അതാണ് ഉറപ്പിക്കാൻ നമുക്ക്, അതാ നല്ലത്. അല്ല, എനിക്ക് പരിചയം. നീ പറഞ്ഞാ ശരി. ഇനിയിപ്പൊ അങ്ങനെയെങ്കിൽ അങ്ങനെ അത് പറയട്ടെ. ലാസ്റ്റ് വിലയാണ്, ഇനി മാറാൻ പാടില്ല. 8 ഉറപ്പിച്ചു. എന്താണ്? ഓക്കെ ഓക്കെ പൈസ എടുക്കും. ഒരു അഡ്വാൻസ് കൊടുക്കട്ടെ? ഓ, മുമ്പ് ചോദിക്കല്ലേ ഓക്കെ ആണോ എന്നോട് ചോദിച്ചോ. ഇനി പിന്നെ മാറുന്നത്. അപ്പോ സുധേട്ടാ, നമ്മൾ പറഞ്ഞ പോലെ ചെയ്യല്ലേ? അപ്പൊ അഡ്വാൻസ് വാങ്ങിക്കാണ്. ഇപ്പൊ ഒരു 5 റുപ്യ കൊടുത്താ പോരെ അഡ്വാൻസ്? മതി. ബാക്കി നമുക്ക് പിന്നെ കൊടുക്കാം, മുറിക്കാൻ വരുമ്പോഴേ. അപ്പൊ 1000 റുപ്യ അഡ്വാൻസ് തന്നിട്ടുണ്ട്. ബാക്കി 7000 റുപ്യ വെട്ടാൻ വേണ്ടി വരുമ്പോ തരും. ഇതിലോ മരണേ, ബാക്കി 7000 അത് മുറിക്കാൻ വരുമ്പോ കൊടുക്കാമല്ലോ. കൊടുത്താൽ പിന്നെ ഞാനങ്ങോട്ട്. അല്ല, ചായ പൈസ ഒന്നും തീരാ. വൈകിട്ട് മില്ലിലോട്ട് വേണോ? ശരി എന്നാ. ശരി, എന്നാ പിന്നെ ഞാൻ പറഞ്ഞ സുധേട്ടാ, ഇന്നത്തെ പണിയും പോയി. അല്ല സത്യശീല, ഇത് വെച്ചോ. എന്തിനാണ് ഇത്ര നേരം മെനക്കെട്ടല്ലേ? ഇത് വെച്ചോ. വേണ്ട സുഖമായിട്ട് അറിഞ്ഞു തരണ. എന്നാ വെച്ചോ. വേണ്ട, ഇതൊരു കാര്യം. ശ്യാമളേച്ചയുടെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ ഇത് നിങ്ങൾ വെക്കി. അല്ല വേണ്ടാന്നേ, കുഴപ്പമില്ല. വേണ്ടാന്ന് എനിക്ക് മനസാക്ഷി കൂത്തുണ്ട്, അതുകൊണ്ടാണ്. 2500 കൂടിയല്ലേ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഒന്നും വേണ്ട. ഇനി വേറൊരു കാര്യം, ഈ ചികിത്സക്ക് ഇനി എന്തെങ്കിലും പൈസ കുറവുണ്ട് വെച്ചാൽ പറഞ്ഞോളൂ കേട്ടാ. 1-2 പലിശക്കാരും ഇവിടെ കയ്യിലുണ്ടേ.
പാവം ഇങ്ങനെ ഒരു 10 പേരുണ്ടെങ്കിൽ നാട് എന്നേ നേരായന്. ശ്യാമളേ ശ്യാമളേ ഞങ്ങൾ പ്രകൃതി സംരക്ഷണ പ്രവർത്തകരാ. എന്താ കാര്യം? അതെ, ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനാണ് വന്നത്. അതെ, പിരിവൊന്നുമില്ല കേട്ടോ, ഒന്നും തോന്നരുത്, പൊക്കോളും. ഞങ്ങൾക്ക് നിങ്ങളുടെ ചില്ലി കാശ് വേണ്ട. ഇവിടെ ഒരു പ്ലാവ് മുറിക്കാൻ പോണ്ടെന്ന് അറിഞ്ഞു. അയ്യോ, അത് 2 ദിവസം മുമ്പ് വരേണ്ട കുട്ടികളെ ഞാനത് ഒരാളുടെ അഡ്വാൻസ് മേടിച്ചു, മുറിക്കാൻ കൊടുത്തു. ഇനി കൂടുതൽ പൈസ തരാന്ന് പറഞ്ഞാലും സുഗതം വാക്ക് മാറില്ല, അത് കിട്ടില്ല. അതെ, ഈ ചക്ക ഉണ്ടല്ലോ, ചക്ക നമ്മുടെ സംസ്ഥാന ഫലമായിട്ട് പ്രഖ്യാപിച്ചു. അതെപ്പോഴാ ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായി? അത് എപ്പോഴെങ്കിലും ആയിക്കോട്ടെ, ഞാൻ പറയണതൊന്ന് അങ്ങോട്ട് കേൾക്കണം. ഈ ചക്ക ഉണ്ടാകുന്ന പ്ലാവ് നമ്മൾ വെട്ടി മുറിക്കാന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ തെറ്റാണെന്ന് അറിയാമോ? നീ കാലിളക്കണ്ട. അതെ അമ്മയുടെ ഈ കാലം ഉണ്ടല്ലോ, ഈ കാലിന്റെ ചിരട്ട പോയിരിക്കുക. അമ്മയ്ക്ക് നടക്കാൻ വയ്യ. നടക്കാൻ വയ്യെങ്കിൽ അവിടെ പോയി ഇരുന്നോളൂ. അമ്മ വരണമെന്നില്ല, ഞങ്ങൾ ചേട്ടനോട് പറഞ്ഞോളാം. കുഴപ്പമില്ല. ഇപ്പൊ ഇതിന് ചികിത്സ ഉണ്ട്. എന്തിനാ അത് അവരോടൊക്കെ പറയാൻ നിൽക്കുന്നത്? ഞങ്ങൾക്ക് കുറച്ച് കാശിന്റെ ആവശ്യം വന്നു, അതുകൊണ്ട് ഞങ്ങൾ പ്ലാവ് വെക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ പ്ലാവ് വെട്ടി മുറിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിനെന്തിനാ നിങ്ങളുടെ സമ്മതം? ഞങ്ങളുടെ പറമ്പിൽ ഞങ്ങൾ നട്ടു വളർത്തിയ പ്ലാവ് വെട്ടി മുറിക്കാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങളാരാ? അതാണ് ഞാൻ പറയുന്നത്, ഇതിപ്പോ നിങ്ങളുടെ സ്വത്തല്ല. എന്താ ഈ കുട്ടി പറയുന്നതിന് ഭ്രാന്തുണ്ടോ അതിന്? എന്റെ പൊന്നു ചേട്ടാ, സമാധാനായിട്ട് കേക്ക്. ഇത് സംസ്ഥാന സ്വത്താണ്, അത് വെട്ടി മുറിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് ഈ പറയണത്. സംസ്ഥാന സ്വത്തല്ല, ഞങ്ങളുടെ പറമ്പിലെ മരം ഞങ്ങള് മുറിക്കോ കത്തിക്കോ വേണമെങ്കിൽ അത് വേറെ നടുവൊക്കെ ചെയ്യാം. ചോദിക്കാൻ നിങ്ങൾ എവിടുന്ന് വന്നത്? എന്റെ പൊന്നമ്മ, ഈ ചക്ക എന്ന് പറഞ്ഞിട്ടല്ലോ നിസ്സാര കാര്യല്ല. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് ഇതിന്റെയൊക്കെ മെഡിസിൻ ആണ്. ആ മെഡിസിൻ ഉണ്ടാകുന്ന വൃക്ഷം വെട്ടി നശിപ്പിക്കാന്ന് പറഞ്ഞാല് അത് സമ്മതിച്ചു തരാൻ പറ്റില്ല. ഞങ്ങൾ സമ്മതിക്കില്ല. അതെ, ഞങ്ങൾക്ക് ഇപ്പൊ കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്, അത് നിങ്ങൾ തരില്ലല്ലോ. നിങ്ങൾക്ക് കാശ് മാത്രമാണോ വലുത്? നിങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ട് ഒരു മനുഷ്യത്വമുള്ളവരായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എനിക്ക് നിങ്ങളെ കാണുമ്പോ മനുഷ്യത്വമുള്ളവരായിട്ട് തോന്നുന്നില്ല. ഓ എന്റെ ചേട്ടാ, ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ പ്ലാവിൽ എന്തോരം ജീവജാലങ്ങൾ ജീവിക്കുന്നുണ്ടാവും. അവരൊക്കെ ഇനി എവിടെ പോകും? ഇപ്പൊ ആ മിഷറൊക്കെ ടെൻഷൻ അടിച്ച് ഓടി നടക്കുമായിരിക്കും. എങ്ങോട്ട് പോകും ആലോചിച്ച്. എന്താ ഈ മിഷറ്? ഈ പുളിയുറുമ്പ്. പുളിയുറുമ്പിന്റെ കാര്യം പറയണ്ട നീ. അതിന്റെ മോളിൽ ഒരു ചക്കടാൻ ആരും വിളിച്ചാൽ വരുന്നില്ല നിറയെ പുളിയുറുമ്പ പറഞ്ഞിട്ട് അവസാനം 10 ചോണനെ കൊടുന്ന് കയറ്റിട്ടാ പുളിയുറുമ്പൊന്ന് ഒഴിഞ്ഞിട്ടിയത്. ഓ, ഇപ്പൊ പുളിയുറുമ്പല്ലല്ലോ ഇവിടുത്തെ കാര്യം. കൊച്ചേ, ഇത്രയും നേരം ഞങ്ങൾ മിണ്ടാതെ നിന്നതേ ഞങ്ങളുടെ പേരക്കുട്ടി ആവാനുള്ള പ്രായം നിനക്കുള്ളൂ. അതുകൊണ്ട് ഒരുപാട് പ്രസംഗിക്കാതെ വീട്ടിൽ പോകാൻ നോക്ക്, ചന്തി അടിച്ച് പൊട്ടിക്കും. അല്ലെങ്കിൽ അതെ, നിങ്ങൾ പ്രായമുള്ളവരാണല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഇത്രയും സഭ്യമായ ഭാഷയിൽ നിങ്ങളോട് സംസാരിച്ചത്. പ്രായമില്ലാത്തവരാണെങ്കിൽ നീ ഞങ്ങളെ പിടിച്ച് മൂക്ക് കറ്റുവോ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പ്ലാവ് വെട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒന്ന് പോയണ്ടാവിടുന്ന്. പ്രകൃതി സ്നേഹികൾ വന്നിരിക്കുന്നു. 10 ഉറുപ്പിക്ക് വേണ്ടി സ്വന്തം വീട്ടിലെ പ്ലാവ് വെട്ടുമ്പോ അത് തടുക്കാൻ എന്താ ആവേശം? കൃഷിഭൂമി നടത്തിയിട്ടേ അവിടെ ഹൈവേ വരുന്നു, അത് തടുക്കാനൊന്നും നിങ്ങൾ ആരും കണ്ടില്ലല്ലോ. ചെല്ലേ ദേശസ്നേഹികൾ എന്ന് നാട് നേരാക്ക്. ഇപ്പൊ എനിക്ക് ആകെ പറയാനുള്ളത് പ്ലാവ് വെട്ടാൻ സമ്മതിക്കില്ല, അത്രേ ഉള്ളൂ. അതിന് എന്റെ സമ്മതം വേണ്ടടി. എന്റെ പ്ലാവ് ഞാൻ വെട്ടും. അത് തടുക്കാൻ പറ്റില്ല, ഒന്ന് തടുക്ക്, ഞാൻ കാണട്ടെ. ഞങ്ങൾ തടുക്കും. നീ എന്ത് ചെയ്യുന്ന പറയുന്നത്? നീ കാണാടി വന്നിട്ട് ഞാൻ തീരെ സമ്മതിക്കും. നിങ്ങൾ ഇങ്ങനെയൊക്കെ സ്റ്റെപ്പിൽ നിന്ന് ചാടി ഇറങ്ങി എന്തെങ്കിലും സംഭവിച്ചാൽ പ്ലാവിന് പകരം മിക്കവാറും മാവ് വെട്ടേണ്ടി വരും. ഒരു ഹലാക്കാണ് റബ്ബേ, എന്തൊക്കെ ഇതിന് പറ്റിയത്? ഒറ്റടിക്ക് നേർന്നാണല്ലോ റബ്ബേ. പ്രസിഡന്റ് എന്തിരിപ്പോ ഇരിക്കണത്? ഈ കാര്യങ്ങളൊന്നും അറിയാനല്ലേ? എന്ത് കാര്യം? പ്രസിഡന്റ് വാർഡിലുള്ള മറ്റേ സുഗതനല്ലേ? ആര്? കുന്നത്തെ സുഗതനോ? ആ കുന്നത്തെ സുഗതന്റെ വീട്ടിലെ കായ്ച്ചു നിക്കണ ഒരു പ്ലാവ് മുറിക്കാനുള്ള പരിപാടി ഉണ്ട്. ശരി, 10 കായ് കിട്ടുമല്ലോ. പ്രസിഡന്റ് എന്തീ പറയണത്? എന്തേ? അയാൾക്ക് 10 കായ് കിട്ടണതിന്റെ അല്ല, പിന്നെ കഴിഞ്ഞ തവണ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് നമ്മുടെ തട്ടിപ്പോയത് എങ്ങനെയാണ്? ഇതെന്താ സാല കാര്യത്തിൽ തട്ടിപ്പോയി? എന്നാ ഈ കാര്യം കൊണ്ട് ഇത്തവണ നമ്മുടെ പോകാൻ സാധ്യതയുണ്ട്. നമുക്കത് മുറിപ്പിക്കരുത്. ഇജ്ജെന്തേ പറയണത്? സൂതന്റെ വീട്ടിലൊരു പ്ലാവ് മുറിക്കാനുള്ള അവകാശം ഓരില്ലേ? സൂതന്റെ വീട്ടിലെ പ്ലാവ് മുറിക്കാനുള്ള അവകാശം സൂതനുണ്ട്. നമ്മുടെ ഈ ചക്കനെ സംസ്ഥാന ഫലമായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചത് പ്രസിഡന്റ് അറിഞ്ഞല്ല? അതൊക്കെ പ്രഖ്യാപിച്ച എന്റെ തിരക്കടെന്താ? നല്ല വല്ലാത്തൊരു ഫലം തന്നെയല്ലേ. എത്ര വലിയ ഫലം വേറെ ഉണ്ടോ? ആണല്ല. ആ ഫലം ഉണ്ടാകണ പ്ലാവ് മുറിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. അങ്ങനെ മുറിക്കാൻ നിന്നൊരു പ്ലാവ് മുറിക്കാതെ സംരക്ഷിച്ച അതിന്റെ പേരാർക്കാണ്?
ചിലപ്പോ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള അവാർഡ് വരെ കിട്ടാൻ സാധ്യതയുണ്ട് ഈ ഒരു ഒറ്റ വിഷയത്തില്. അപ്പൊ എന്നാ പിന്നെ അത് മുറിക്കണ്ടാന്ന് നോക്കാം അല്ലേ? പ്രസിഡന്റ് ഇവിടെ ഇരുന്ന് മുറിക്കണ്ടെന്ന് വെച്ചിട്ട് കാര്യമില്ല. ഈ വിഷയത്തിൽ ഫലപ്രദമായിട്ട് ഇടപെടണം. അല്ല എന്നാലും ഇതൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു വിലയില്ലാണ്ട് ആൾക്കാർ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ച് നടന്നേത്ത സാധനമാണ് ഈ ചക്ക. അതിങ്ങനെ സംസ്ഥാന ഫലമായിട്ട് പ്രഖ്യാപിച്ചപ്പോ പ്ലാവിന്റെ ഒരു ഡിമാൻഡ് നോക്ക്. അതിപ്പോ ഇക്കാടെ കാര്യം തന്നെ എടുത്തു നോക്ക്. ഒരു വിലയില്ലാതെ ഒരു പന്നിയും തിരിഞ്ഞു നോക്കാതിരുന്ന് ഇപ്പൊ പ്രസിഡന്റ് ആയില്ലേ? അല്ല ഞാനൊരു ഓളത്തിന് ഇങ്ങനെ പറഞ്ഞേ അത്രക്ക് അങ്ങോട്ട് ഓളം ഉണ്ടാക്കണ്ട. എന്നിട്ട് ഇപ്പൊ എന്താ ഇതിന് ചെയ്യണ്ടേ? സംഗതി ആകെ ഇഷ്യൂ ആയിട്ടുണ്ട്. ഈ വിഷയം പറഞ്ഞിട്ട് നമ്മുടെ പ്രകൃതി സ്നേഹിയുണ്ടല്ലോ മറ്റവള് മണ്ടോദരി, അവള് കുറെ ആളുകളെയും കൂട്ടിയിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അതുണ്ടോ? ശരി. അപ്പൊ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് നിന്നില്ലെങ്കിൽ പ്രസിഡന്റ് ഒന്ന് ഇടപെടണം. പ്ലാവ് അവിടെ നിന്ന് മുറിപ്പിക്കാൻ സമ്മതിക്കരുത്. സമ്മതിക്കരുത്. ആ കുഴപ്പമില്ല. അതൊക്കെ ഞാൻ സംസാരിച്ചപ്പോ പഞ്ചായത്തിന്റെ ഒരു ആവശ്യമാണെന്ന് പറഞ്ഞാൽ എന്താ സൂചന കേൾക്കൂലേ? കേൾക്കും. എന്നാലും ഇല്ലേ ചക്കന്റെ ഒരു കാര്യം ആലോചിക്കുമ്പോഴേ വേറല്ല നമ്മള് ചെറുപ്പകാലത്തൊക്കെ ഈ ചക്കയും ആകെ ഒരു കഞ്ഞിയുടെ വെള്ളം ഉണ്ടാവുക. അതിനങ്ങനെ ഒരു സംസ്ഥാന ഫലമായിട്ട് പ്രഖ്യാപിക്കാൻ തന്നെ വേണം. ഇല്ല ഇല്ല സമ്മതിക്കില്ല, ഇല്ല ഇല്ല സമ്മതിക്കില്ല, സമ്മതിക്കില്ല, പ്ലാവ് വെട്ടാൻ സമ്മതിക്കില്ല, ഇല്ല ഇല്ല 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 സമ്മതിക്കില്ല, പ്ലാവ് വെട്ടാൻ സമ്മതിക്കില്ല, പ്ലാവ് വെട്ടാൻ സമ്മതിക്കില്ല, പ്ലാവ് വെട്ടാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ല. ഓലക്കല മുദ്രാവാക്യം വിളി. നിങ്ങളാരും തറവാട്ട് സ്വത്തൊന്നുമല്ലല്ലോ. ഇത് ഇയാളെ വളപ്പുള്ള മരാണ്. അത് ഞങ്ങൾ വെട്ടും. പ്ലാവ് വെട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്താ ഇയാളുടെ ഉദ്ദേശം? അപ്പൊ ഇത്ര നേരം മലയാളത്തിലല്ലേ ഞങ്ങൾ പറഞ്ഞത്? ഈ പ്ലാവ് വെട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതെ, എന്റെ പൊന്നു കൊച്ചിന് ചക്ക വേണമെങ്കിൽ ഇതിലെ ചക്ക കൊള്ളില്ല. ഇത് മധുരമില്ലാത്തതാണ്. നല്ല മധുരമുള്ള ചക്ക എന്റെ വളപ്പിലുണ്ട്. ഞാൻ തരാൻ ആവശ്യമുണ്ട്. തന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത്? ഇത് പ്രകൃതിയുടെ സ്വത്താണ്, അത് നശിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതെ അതെ, ഇത് നിങ്ങളെ ആരെങ്കിലും ആണോ? ആരും അല്ലെന്നേ. സത്യശീല ചോദിക്കണം അങ്ങോട്ട്. നിന്റെ പ്രകൃതിയുടെ മര്യാദ കൂടി ഇറങ്ങിപ്പോയി. അതാ നിനക്ക് നല്ലത്. സൗകര്യമില്ല. ഇതേ സംസ്ഥാന ഫലമാണ് ചക്ക, അറിയാമോ? എന്റെ പൊന്നു കൊച്ചേതാ, ഈ വയസ്സായിട്ടുള്ള സ്ത്രീയുടെ കാലിന്റെ മുട്ടിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ഈ മരം വെട്ടണത്. ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത് എന്താണ്? എന്ത് മുട്ടിന്റെ ഓപ്പറേഷൻ ആയാലും പ്ലാവ് വെട്ടാൻ ഞങ്ങൾ മൂപ്പലാനെ, നിങ്ങൾ ചോദിച്ച പൈസ എണ്ണി തന്നിട്ടുണ്ട് ഞാൻ. ഇത് മുറിക്കണത് കാശിന്റെ കാര്യമൊന്നും നമ്മൾ ഇവിടെ പറയണ്ടല്ലോ. പിന്നെന്താ പറയണം? അല്ല അതെ, നിങ്ങൾ പറഞ്ഞ കാശ് തരാന്നും പറഞ്ഞു മരവും തന്നു. ഇനി നിങ്ങൾ പോലീസിൽ ആരെ വിളിച്ചാലും വെട്ടിച്ചോ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ലാന്ന്. പോലീസ് വരട്ടെ. പോലീസ് വന്നാലും ഇത് വെട്ടാൻ സമ്മതിക്കില്ല. അതെ, മന്മഥന് കാശ് കൊടുത്തത് മേടിക്കാൻ ഇറങ്ങി ഒരു പോലീസിന്റെ സഹായം വേണ്ട. വെട്ടാ ഉണ്ണി, ഉണ്ണി വെട്ടണം. പിടിക്ക് വെട്ടേ. വെട്ടോടാ നീ. വെക്കടാ അവിടെ. വെക്കടാ. എടുക്കടാ എടുക്കടാ വെക്കടാ. ഉണ്ണി, ഞാനാണ് പറഞ്ഞത് എടുക്കാം. ഉണ്ണി വെട്ടണോ? വെക്കാനെടാ. പറഞ്ഞു. ഉണ്ണി, ഞാനാണ് പറഞ്ഞത് എടുക്കടാ. എടുത്ത് വെട്ടണോ? ഉണ്ണി ഇതെടുക്കണോ വേണ്ടോ നിങ്ങൾ തീരുമാനിക്കേണ്ടാണോ? എന്നിട്ട് ഞാൻ ചോദിക്കാതെ മുറിക്കണോന്ന്. എന്തൊരു കഷ്ടം നോക്കും. നമ്മുടെ വീട്ടിലൊക്കെ കിട്ടണ ഈ പഴുത്ത മത്തല്ലേ, അതൊരു 100 ഗ്രാം ചെത്തിയിട്ട് തിന്നാ മതിന്ന് ഷുഗർ കുറയുന്നാ പറയണു. അതിപ്പോ ആരാ പറഞ്ഞേ? ആ വാട്സപ്പിൽ വന്നേക്കണു. എന്റെ പൊന്ന് സാറേ, വാട്സപ്പിൽ വരുന്നതൊക്കെ വിശ്വസിക്കല്ലേ കേട്ടോ. ഇതിപ്പോ ആരാ പറഞ്ഞത്? എന്തെങ്കിലും സയന്റിഫിക് പ്രൂഫിന്റെ അടിസ്ഥാനത്തിലാണോ ഇതൊക്കെ വരുന്നത്? ഒന്നുമല്ല, ഓരോരോ കണ്ടുപിടുത്തങ്ങള്. നമസ്കാരം. എന്റെ പേര് മൊയ്തു സി എം എന്നാ. എന്താ വന്നേ? വീടിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് വന്നതാ. അതിനെ ആദ്യം അപേക്ഷ വെക്കണം. അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അതിന്റെ പ്രൊസീജിയർ പൂർത്തിയാകുമ്പോഴത്തേനും കിട്ടും കേട്ടോ. കിട്ടിയില്ല ഇതുവരെ. എങ്ങനെയാ കൊടുത്ത അപേക്ഷ? എങ്ങനെയാ കൊടുത്തേ? ഈ അപേക്ഷ എങ്ങനെയാ കൊടുത്തേ? ഓൺലൈനില്. ഓൺലൈനിലാണോ? അപ്പൊ കുഴപ്പമില്ല. എത്ര ദിവസമായി? ഒരു മാസമായി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒരു മാസമായി. സാറേ, സുഹൃത്ത് സാറേ, 1 മാസം എടുക്കോ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇവിടെ? ഈ പ്ലാൻ ആരാ വരച്ച്? ഈ പ്ലാൻ ആരാ വരച്ച്? എഞ്ചിനീയർ ആരാ? മന്മഥൻ. മന്മഥനാണെങ്കിൽ കുഴപ്പം വരില്ലല്ലോ. ആരാണെങ്കിലും ഈ 1 മാസത്തെ ഡിലേ വരുവോ? അല്ല, ഞാൻ അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ലെ, എന്തെങ്കിലും ചില പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. അതാവും ഇവിടെ എന്തെങ്കിലും
അറിയിപ്പ് എന്തെങ്കിലും കിട്ടിയിരുന്നോ? ഇല്ല, ഒരു മാസം കിട്ടുമ്പോഴേ കിട്ടുമെന്ന് പറഞ്ഞാ. ഒരു മിനിറ്റ്. ഉണ്ണി ഉണ്ണി എന്നെ വിളിച്ചിനാ വരൂ. വരണ. എന്താ മേഡം? എന്താ നിങ്ങളുടെ കണ്ണില്? കണ്ണിൽ സൂര്യതാപം. സൂര്യതാപം? ആ സൂര്യതാപം കൊണ്ട് മേലെല്ലാം മൊത്തം കരിക്കട്ട പോലെ. കണ്ണിന്റെ ഉള്ളിൽ വള്ളിയുണ്ട്, അതും കൂടി കറുത്ത് കഴിഞ്ഞാ പിന്നെ എന്തിരി കൊള്ളല്. ഇതൊരു ഓഫീസാണ്. അഴിക്കടോ. ഇത് മിസ്റ്റർ മൊയ്തു. നമസ്കാരം. അദ്ദേഹം ഇവിടെ വീടിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ട് 1 മാസം കഴിഞ്ഞു. ഇതുവരെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ല. കാരണം എന്താ? 1 മാസമേലായിട്ടു. 2 മാസം കഴിഞ്ഞ് ഒരു പുറത്തിട്ട്. 2 മാസം കഴിഞ്ഞ് ഒരു പുറത്തിട്ടുന്നോ? എന്താ സാറേ ഇത്? അല്ല, അത് സത്യശീല സാറാണല്ലോ നോക്കാൻ. എന്താണ് ഇതിന്റെ റീസൺ എന്നുള്ളത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയണം. അല്ല, അതങ്ങനെ സാറങ്ങനെ കുഴപ്പമുള്ള ആളല്ലോ, ഞാനും കൂടെ പോവാറുള്ളതാണല്ലോ. ആര് കൂടെ പോണു, സാറിന് കുഴപ്പമുണ്ടോ എന്നുള്ളതല്ല എനിക്ക് അറിയേണ്ടത്. ഇവിടെ നമ്മൾ ഇരിക്കുന്നത് ഇതേപോലുള്ള ആളുകൾക്ക് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാ. 1 മാസമൊക്കെ ഒരു വീടിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞാല്. അല്ല മൊയ്തു, അത് പേടിക്കല്ലേ, അത് സത്യശീല സാറ് ശരിയാക്കി തരും. ഉണ്ണിയെ സത്യശീല സാറിനൊന്നും കൊണ്ട് കാണിക്കും. മൊയ്തു ഒരു കാര്യം ചെയ്യൂ. അപ്പുറത്തെ സത്യശീലൻ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. സത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് മേഡം. അതല്ല, അപ്പുറത്തെ ക്യാബിനിലെ സത്യശീലൻ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. അദ്ദേഹത്തെ പോയി ഒന്ന് കാണൂ. അദ്ദേഹം എന്താ പറയണെന്ന് നമുക്ക് നോക്കട്ടെ. സാറേ, മൂപ്പറ വീടിന്റെ പണി കഴിഞ്ഞു, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇതുവരെ കിട്ടിയിട്ട. സാറേ എന്താണ് സാറേ, വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞേ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. എന്റെ റെസിപ്റ്റ് ഉണ്ടോ? എന്തേലും എന്താണ് റെസിപ്റ്റ് എന്തേലും ഉണ്ടോ? മൊയ്തു അല്ലേ? മൊയ്തു. 900 സ്ക്വയർ ഫീറ്റ് വീട്. ഇതിപ്പോ വീട് പണി എന്തായി? വീട് പണിയൊക്കെ കഴിയാനായി. ഇനിയിപ്പോ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാലല്ലേ കറണ്ടിന്റെ വെള്ളത്തിന്. ഇതില് ചെയ്യാൻ പറ്റില്ല, ഇതില് വീട് പണിയാൻ പാടില്ലല്ലോ. അല്ല, ഈ പ്ലാൻ വെച്ച് നിങ്ങൾക്ക് ആരാ അപ്രൂവൽ തന്നത്? നിങ്ങളെ പ്ലാൻ മൊത്തം തെറ്റാണ്. നിങ്ങൾക്ക് എങ്ങനെ അപ്രൂവൽ തന്നതെന്ന്. സാറേ, ഇവിടുന്ന് അപ്രൂവൽ കിട്ടിയിട്ടാണല്ലോ ഞാൻ വീടിന്റെ പണിയൊക്കെ തുടങ്ങിയത്. എന്താ അപ്രൂവൽ? സാറേ, വീടിന് അപ്രൂവൽ കിട്ടിയിട്ടല്ലേ വീടിന്റെ പണി. എന്തെന്നാ എന്തെന്നാണ് എന്താ നിനക്ക് പ്രശ്നമല്ല സാറേ? അപ്രൂവൽ കിട്ടാണ്ട് വീടിന്റെ പണി ഞാൻ തുടങ്ങുമോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു വീട് പണിയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട്. അതിനനുസരിച്ച് മാത്രമേ വീട് പണിയാൻ പാടുള്ളൂ. അല്ലാതെ ആരെങ്കിലും വീട് പണിയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തന്നിട്ട് ഇവിടെ ഇരുത്തിയിട്ടുള്ളത്. സാറേ, അവസാന നിമിഷം ഇങ്ങനെ പറയുന്നത് ഞങ്ങളെ പണി മുടക്കരുത്. നിങ്ങളുടെ പണി മുടക്കിയിട്ട് എനിക്കെന്ത് കിട്ടാനാ? അതന്നെ ഞാനും ചോദിക്കണം, നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? ഒരു കാര്യം ചെയ്യും, ഞങ്ങളവിടെ ഒന്ന് വന്ന് നോക്കട്ടെ കേട്ടോ. അങ്ങോട്ട് വരണോ? സാർ ഒരു ഡേറ്റ് പറയണ്ടേ? ഡേറ്റ് ഇപ്പൊ നാളെ മറ്റേ നമുക്ക് ഒഴിവില്ലല്ലോ. പറ്റൂല. അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഡേറ്റ് തന്നെ ഫിക്സ് ചെയ്തു. അടുത്ത ആഴ്ച അടുത്ത ആഴ്ച നോക്കാം. പെരേക്കൂടലിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യണേ. ആദ്യം വീടിന്റെ പണി കഴിയട്ടെ കേട്ടോ, എന്നിട്ട് മതി. അപ്പൊ ശരി, ഞങ്ങൾ ഇൻസ്പെക്ഷന് വരുന്ന ദിവസം നിങ്ങളുടെ ആർക്കിടെക്ട് ഇല്ലേ, പുള്ളിയും കൂടെ വിളിക്കണം കേട്ടോ. ശരി, ഓക്കെ. ശരി, പോവാ. ഒരു മിനിറ്റ് എനിക്ക് ആരാ ഈ കോയ? കോയ ആരാണ്? കോയ അയൽവാസിയാണ്. പുള്ളി ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. പരാതിപ്പെട്ടിട്ടുണ്ട്. എന്തിന്? നിങ്ങളുടെ വീട് പണി തുടങ്ങിയ അന്ന് മുതൽ പുള്ളിക്ക് എന്താ അസുഖമാണ്, ശ്വാസം മുട്ടലാണ്, അത് ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് ആ വീട് പണി നിർത്തി വെക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി ഇവിടെ തന്നിട്ടുണ്ട്. വെറുതെ പറയാം സാറേ, ഓനൊരു കുഴപ്പമില്ല. ഇന്ന് രാവിലെ കൂടി ഞാൻ ഓനെ കണ്ടിട്ടുള്ളൂ. വെറുതെ ആണോ വിലക്കാണോ എന്നുള്ളത് നമുക്ക് വന്ന് നോക്കിയല്ലേ പറയാൻ പറ്റും. അപ്പൊ ഞങ്ങള് അങ്ങോട്ട് വരാം കേട്ടോ.
രണ്ടാളും കൂടെ കിനാ വേണ്ടി ഇരിക്കുകയാണല്ലേ. എന്താ അത്യാവശ്യപ്പെട്ട് പറഞ്ഞതെന്ന് പറഞ്ഞേ? എന്താണ് രണ്ടാളും വിഷമിച്ചിരിക്കണേ? വീട് പണി അവസാന ഘട്ടമായപ്പോ മരണ വീട്ടിൽ ഇരിക്കണ പോലെ ഇരിക്കണ എന്തിനാണെന്ന്? ഏത് പേരല്ല കൂടാൻ പോണേ? ആരാ പേരെ കൂടാൻ പോണേ? എന്താ പ്രശ്നത്താ? കോർപ്പറേഷൻ ഓഫീസിൽ പോയപ്പോഴേ ഓർക്കില്ലാത്ത കുറ്റല്ലേ നമ്മളെ പേരനെ കുറിച്ച്. എന്തേ? നിങ്ങളെ ചിത്രം വരെ ഒന്നും ശരിയില്ല, നിങ്ങളെ പ്ലാന് ശരിയില്ല, നിങ്ങളെ സ്കെച്ച് ശരിയില്ല എന്ന് അവര് പറയണേ. ഇതിനിപ്പോ എന്താ കുഴപ്പം? കോർപ്പറേഷൻ ആൾക്കാരെ നമ്മളെ പുതിയ പെര കാണാൻ വരുന്നുണ്ട്. അതെ, നിങ്ങൾ പറഞ്ഞില്ലേ ഇത് ആർക്കിടെക്ട് മന്മഥൻ വരച്ചതാണെന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞ്. അപ്പൊ എന്താ പറഞ്ഞേ? അപ്പൊ വരച്ചവനോട് അവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളവിടെ ഉണ്ടാവണം. അതെ, ഇതിപ്പോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു പ്രശ്നമല്ല ഇത്താ. അതായത് എന്താ വെച്ച് കഴിഞ്ഞാല് അവർക്ക് കൈക്കൂലി എന്തെങ്കിലും കിട്ടണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കളിയാ. എന്താ പറഞ്ഞേ? കൈക്കൂലി കൊടുക്കാൻ. കൈക്കൂലിയാ? ആര്? നമ്മളാ? പിന്നെ ഞാൻ കൊടുക്കുവോ? ഈ ജീവിതത്തിൽ നമ്മൾ കൈക്കൂലി കൊടുക്കില്ല. കൈക്കൂലി കൊടുക്കരുത് വാങ്ങരുത് ഓരോ ഓഫീസിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. പിന്നെ ഓർക്ക് എങ്ങനെ നമ്മൾ കൈക്കൂലി കൊടുക്കല്? അതെ മൊയ്തുക്ക, നമ്മൾ ഈ ചെറിയ മുറുക്കാൻകടയില്ലേ, ചെറിയ മുറുക്കാൻകടയിലൊക്കെ പോകുമ്പോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ചുണ്ണാമ്പ് തേക്കരുത്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ തന്നെ ചുണ്ണാമ്പ് തേക്കും. അപ്പൊ ഇത് എഴുതി വെച്ചേക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഓർമ്മിച്ച് കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പൊ നിങ്ങളെ നോമ്പിന് മുമ്പ് അവിടെ താമസിപ്പിക്കുന്ന ഞാൻ ആ വാക്ക് തന്നേക്കണേ, അത് ഞാൻ നടത്തിയിരിക്കും. ഞാൻ ഒരു സ്ഥലം കാണാൻ വരട്ടെ, ബാക്കി എന്താന്നുള്ള കാര്യങ്ങൾ ഞാൻ കൈകാര്യം ചെയ്തോളാം. ടെൻഷൻ അടിക്കല്ലേ? ഞാൻ പറഞ്ഞ എങ്ങനെയെങ്കിലും ശരി. അതെ, ഇടയിൽ കയറി വർത്താനം പറയാൻ നിൽക്കണ്ട, ഞാൻ സംസാരിച്ചോണ്ട്. ഇല്ല ഞാൻ ഒന്നും പറയില്ല, നിങ്ങൾ പറഞ്ഞാൽ. ഇവിടെ ഉണ്ടായിരുന്ന എന്താ നിങ്ങളൊക്കെ പാടെ? അതെ കോയ, ഞങ്ങൾ ഈ മൊയ്തുവിന്റെ ഒരു പ്രശ്നം സംസാരിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. നമ്മുടെ മൊയ്തു അപ്പുറത്ത് സ്ഥലം മേടിച്ച് വീട് വെക്കണത് അറിയാല. അയാള് വാടകക്കാണ് ഇപ്പൊ താമസിക്കണത്. അവിടെ നിന്ന് മാറാൻ ഡേറ്റ് ആയി. അപ്പൊ ഇയാള് നമ്പറിന് വേണ്ടി കോർപ്പറേഷനിൽ വന്നപ്പോഴാണ് നിങ്ങളൊരു പരാതി അവിടെ കൊടുത്തിട്ടുണ്ടല്ല മൊയ്തുവിനെതിരെ. ഞാൻ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പിൻവലിച്ച അയാൾക്കൊരു ഉപകാരമായിരുന്നു. അതൊന്ന് നേരിട്ട് പറയാന്ന് ഓർത്താ വന്നത്. അതൊന്നും നടക്കൂല. അങ്ങനെ പറയല്ല. എന്താ ഇപ്പൊ കോയാടെ പ്രശ്നം? അതെ, ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ അടുത്ത്. ഇക്ക് ശ്വാസം മുട്ടാണ്. ഈ പ്രായത്തിന്റെ ഇടയിൽ നിങ്ങൾക്കൊരു ശ്വാസം മുട്ട് നമ്മളാരും കണ്ടിട്ടില്ല. ഇക്ക് ശ്വാസം മുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ചങ്ങായി ഇവിടെ വന്ന് താമസാക്കി എടുത്തുന്നത് ഈ പെരപ്പണി അങ്ങോട്ട് തുടങ്ങിയപ്പോ അവിടെ കൊണ്ടുവന്ന് ഇറങ്ങണ സിമെന്റിന്റെ പൊടി കണ്ട മണ്ണിന്റെ പൊടി ഇത് ഇവിടുത്തെ ഏത് ജാതി പൊടി വെച്ചിട്ടാ അതിന്റെ പൊടിയൊക്കെ പാടന്റെ മൂക്കിൽ തല്ലി കയറിയിട്ട് ശ്വാസം മുട്ട് വന്നാണ്. അറിയാം നിങ്ങൾക്ക്? ഇനി ഉണ്ടാവൂല പോയ എന്താന്ന് വെച്ചാൽ പണി തീർന്ന്. പണി തീർന്ന പിന്നെ പൊടി ഉണ്ടാവൂലല്ലോ, പിന്നെ പണിയും തീർന്ന്. എന്താ പറയുന്നത്? ഈ മൊയ്തുവിന്റെ പെരപണി തുടങ്ങിയപ്പോ സിമെന്റും പൊടിയൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്ക് ശ്വാസം മുട്ട് വന്നത്. അപ്പൊ സമ്മതിക്കൂല. അവന്റെ ഉള്ളിൽ എന്താ എനിക്കറിയാം. ഓൻ ആ സ്ഥലം കിട്ടാത്തതിന്റെ ആവശ്യമില്ലാത്ത പറയല്ലേ. അതെ, കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞത് മനസ്സിലായി. നമുക്കിതൊന്ന് രമ്യതയിൽ പറഞ്ഞ് തീർക്കാൻ ഒക്കൂലേ? സംഗതി ഇപ്പൊ നിങ്ങളൊക്കെ ഇവിടെ ഈ നാട്ടില് 4 ആൾക്കാർ അറിയണവരൊക്കെ തന്നെയാണ്. ഇവിടുത്തെ മെമ്പർമാരാണ് നിങ്ങളൊക്കെ, അതൊക്കെ അറിയുന്നുണ്ട്. നിങ്ങളെ പോലുള്ള ആൾക്കാര് ഒരാളായിട്ട് വന്നൊരു കാര്യമൊക്കെ വന്ന് പറയുമ്പോ അതൊക്കെ അനുസരിക്കേണ്ടതൊക്കെ തന്നെയാണ്. അല്ലാണ്ട് ഇപ്പൊ ഇപ്പൊ ഇതിൽ എതിർപ്പുണ്ടായിട്ടല്ല. അതെ, ഇതിലൊരു മൂപ്പര് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഈ പെര ഉണ്ടാക്കിയപ്പോ ഞാൻ അപ്പം മുതൽ പറയണാണ് ഇത് ഇവിടെ കയറ്റണ്ട, ഇക്ക് വയ്യാത്ത ഒരാളാണ് ഇതൊക്കെ പറഞ്ഞ് മൂപ്പര് കേട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞത് കേട്ടാക്കിയിട്ട് അതിനൊക്കെ ഒപ്പിട്ട് തരാൻ നിന്നാലേ അതൊന്നും നടക്കണ കാര്യം എന്നെ കൊണ്ടൊക്കെ ചെയ്യാനും പറ്റും. കോയ നിന്നോട് മര്യാദയുടെ അങ്ങേയറ്റം ഞങ്ങൾ പറഞ്ഞു. ആദ്യമായിട്ട് അവസാനമായിട്ട് ഞങ്ങൾ പറയണേ, നീ ആ പരാതി പിൻവലിക്കണ്ട. ഈ വലിയ വർത്താനം ഒന്നും പറയേണ്ട കാര്യം. ഈ ഇപ്പൊ എന്നാ ഈ കാതിലിട്ട് വർത്താനം പറയാൻ തുടങ്ങി എന്നൊക്കെ അറിയാം. കോയ നീ അനുഭവിക്കുന്നു. പോയിക്കാടെ ചങ്ങായികള് നിങ്ങള് ഇന്നെ ഉപദേശിക്കാൻ ഇറങ്ങിയിരിക്കണ്. ഈയും കൂടി അറിയാണ്ട് എന്റെ ആ സ്ഥലം ഞാൻ എഴുതി മേടിക്കടാൻ പോയതോ. അയ്യോ നോക്കിക്കോ, അറിയില്ല. നിങ്ങൾ ബേജാറാവണ്ട. നോമ്പ് തുടങ്ങണതിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ താമസാക്കി തന്ന പോരെ? മന്മഥനെ ഏറ്റതാണ്. ഇത് സുമേഷ് ഏട്ടൻ. ഇവിടെ പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് ഒരു കുളം ഉണ്ടല്ലോ. പോസ്റ്റ് ഓഫീസ് ഉണ്ടല്ലോ, പോസ്റ്റ് ഓഫീസ്. അതിന്റെ അടുത്തൊരു കുളമില്ലേ, അതിന്റെ കരയ്ക്ക് ഒരു പുതിയ വീട് പണി നടക്കുന്നുണ്ട്. കണ്ടിരുന്ന? അത് സുമേഷേട്ടന്റെ വീടാ. മോൻ പണിയണതാ. ഞാനാ അതിന്റെ വർക്ക് എടുത്തേക്കണേ. അപ്പൊ ആൾക്കും നമ്മുടെ ഇൻസ്പെക്ടറെ കാണണേ. അപ്പൊ ഇവിടെ നിന്ന് കണ്ടിട്ട് കൈയോടെ കൂട്ടിക്കൊണ്ട് പോവാ.
ആ അതാണ് അതെ ഉണ്ണിയുണ്ട്. സാർ നമസ്കാരം സർ. ഇതെന്താ അത് പട്ടികൾ കയറാണ്ടൊക്കെയാണ്. പട്ടികൾ കയറാണ്ടൊക്കെ സാറേ മൂപ്പറ നമ്മൾ പറഞ്ഞ ആള് മൂപ്പറാണ്. എത്ര നാളെ ഓഫീസിൽ വന്നിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോ കേട്ടോ. ഇപ്പൊ വീട് കാണണ്ടേ? വീടൊന്നും കണ്ട ശരി ഉണ്ണി പറഞ്ഞല്ലേ കേട്ടോ. അത് തേക്കാണ് തേക്ക്. ഏ തേക്കാ തേക്ക്. ആ തേക്ക് തന്നെയാണല്ലേ? തടി തേക്കാണ്. ഉണ്ണി ഈ ഇവിടെ നടന്നോ മതി. മാറി ഉണ്ണി ഇതേ പുറത്തും തീരെ സ്പേസ് ഇല്ല. അവിടെയൊക്കെ ഭയങ്കര പ്രശ്നമുണ്ട്. കുടുംബക്കാരെ പോലെയാ. എന്തായാലും സാർ അവിടെ വേസ്റ്റ് വെക്കാനുള്ള സൗകര്യം വേറെ ചെയ്യുന്നുണ്ട്. പ്രൊഫഷൻ നമ്മൾ ഇതാക്കുന്നുണ്ട്. ഇതിപ്പോ മൊയ്തോ ഇതാകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. വീടിന്റെ പ്ലാനും വീടും തമ്മിലൊന്നും ഒരു ബന്ധമില്ലല്ലോ. സാർ പ്ലാൻ പ്രകാരം ഇതിപ്പോ മൊയ്തോ ഇതാകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. വീടിന്റെ പ്ലാനും വീടും തമ്മിലൊന്നും ഒരു ബന്ധമില്ലല്ലോ. സാർ പ്ലാൻ പ്രകാരം ഇതിപ്പോ ഈ വീടും തമ്മിലുള്ള അകലില്ലല്ലോ. അല്ല അത് കുഴപ്പമില്ല സാർ. അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പുറത്ത് താമസിക്കുന്നത് ഇദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ബന്ധുവാണ്. അപ്പൊ അവർക്ക് ഒരു പരാതിയില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ പ്ലാനിൽ ഒരു കണക്ക് കാണിക്കുക, തോന്നുന്ന രീതിയിൽ വീട് പണിയുക. ഇതിന് ഒരിക്കലും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല. സാറേ അതെ ഇപ്പൊ ആ മതിലാണ് പ്രശ്നമെങ്കിൽ അവർക്ക് ഒരു പരാതിയില്ല. അതിപ്പോ അവർക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അവര് രേഖാമൂലം എഴുതി തരണം. ആ അതിനൊക്കെ കൺസേൺ വേണം. അതിപ്പോ മേടിക്കാം സാർ, അത് കുഴപ്പമില്ല. നിങ്ങൾ അതൊന്ന് കാണിക്കും. ആ നിങ്ങൾ സ്റ്റെയർ കേസ് പണിതിരിക്കാൻ എവിടെയാണ്? കറക്റ്റ് അവിടെ തന്നെ എന്ത് കറക്റ്റ്? നിങ്ങൾ അളന്നു നോക്കിയോ? പണി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അളന്നോ? പണി കഴിഞ്ഞ് കാണുന്നില്ല. 2.5 ഇഞ്ച് മാറ്റമുണ്ട്. ഒന്നുമില്ല ഇതൊക്കെ സ്റ്റെയർ കേസിന്റെ ഒരു ഇത് പറയാം. അതുപോലെ ഇതാ ഈ വർക്ക് ഏരിയ, അത് കറക്റ്റ് ആണ്. വർക്ക് ഏരിയ കറക്റ്റ് അല്ലെന്ന് 3-3.5 ഇഞ്ച് തള്ളി നിൽക്കുന്നുണ്ടല്ലോ പുറത്തേക്ക്. 3.5 ഇഞ്ച് ആ കറക്റ്റ് ആക്കാം. കറക്റ്റ് ആക്കണം. അത് ഒരു വേറെ മഴക്കുഴി. ആ അതുപോലെ മഴക്കുഴി. ഇതാ ഇതിൽ നിങ്ങൾ മഴക്കുഴി കാണിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അത് ചെയ്തിട്ടില്ലല്ലോ. എന്താണ് ജലസംഭരണി വേണം. മഴക്കുഴി മഴ ഇല്ലല്ലോ. പിന്നെന്തിനാ സാർ മഴക്കുഴി? ഇവിടെ കോർപ്പറേഷന് വെള്ളമുണ്ട്. എന്റെ പൊന്നു സുഹൃത്തെ, ഇതിന് നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്. അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. സാറേ വെറുതെ ഒരു കുഴി എടുത്തിട്ട് ആരെങ്കിലും കുഴിയിൽ വീഴണമെങ്കിൽ ഇവിടെ ഉള്ളവർക്കൊക്കെ ചെവിയും കണ്ടൊന്നും കണ്ടുള്ള ആൾക്കാർ. അതുകൊണ്ട് അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം സാർ, എല്ലാം ചെയ്യണം. അതുപോലെ ആ വീടിന്റെ പിൻഭാഗല്ലേ, ആ ഭാഗം ചിലപ്പോ പൊളിക്കേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല സാർ, ഈ 2 സ്റ്റെപ്പ് കണ്ട, ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള റോഡിലേക്കുള്ള അകലം കറക്റ്റാ. ഈ 2 സ്റ്റെപ്പ് പുറത്തേക്ക് തള്ളിയാണ് നിൽക്കുന്നത്. സാർ അത് ഞങ്ങളിപ്പോ തൽക്കാലം ചെയ്തേക്കണതാ. പണി കഴിഞ്ഞിട്ട് അത് പൊളിച്ചു മാറ്റും. അതെല്ലാവരും പറയും ലക്ഷം കിട്ടി കഴിഞ്ഞാൽ പിന്നെ മാറ്റില്ല. അത് നടക്കില്ല. വീടും റോഡും തമ്മിലുള്ള അകലം കറക്റ്റ് അല്ല. ഓ മൈ ഗോഡ്. ഇതെന്താ? അത് പില്ലറാണ് സാർ. അത് പില്ലറാന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ അത് പ്ലാനിലില്ലല്ലോ. ഉണ്ട് സാർ. എവിടെ? പ്ലാനിൽ വേണ്ട. ഇതാ നമ്മൾ അല്ല എടുക്കണേ. അത് ഇതെന്താണ്? ഇത് ചതുരല്ലേ? അതെ. ഇതോ? അത് റൗണ്ട് ആക്കി. എന്തിന്? ആരോട് ചോദിച്ചിട്ട്? സാർ കുറച്ചുകൂടെ ബലം കിട്ടാൻ. അങ്ങനെ ബലം കിട്ടാൻ പാടില്ല. അവിടെ ഇത് പൊളിച്ചു മാറണം. ഇത് പൊളിച്ചു മാറ്റിയ വീട് താഴെ വീഴും സാർ. വീട് താഴെ വീഴാതെ നിർത്താൻ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ എഞ്ചിനീയർ അല്ലേ? അതെ, എന്താണ് ഒരു 2 ലക്ഷം ഉറുപ്പ്യ മുടക്കിയിട്ടേ ഇവിടുന്ന് ഇങ്ങനെ ബീം കൊടുത്തിട്ട് തൂണില്ലാണ്ട് നിർത്തുക. ഈ തൂണ് പൊളിച്ചു മാറ്റണം.
അപ്പൊ 2 ലക്ഷം ഉറുപ്പ്യ മുടക്കിയാൽ മതി, ഇതിങ്ങനെ നിൽക്കും ലീവ് കെട്ടി. ഇനി പൈസ ചെലവാക്കാൻ ഇല്ല സാറേ, എത്ര പൈസ ചെലവാക്കാൻ. മൈദോ, ഈ വീടിന് ഒരിക്കലും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല. അങ്ങനെ പറയരുത് സാർ. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൈസ ആയിട്ട് ഇപ്പൊ നിൽക്കുകയാണ്. ഇല്ല അതുകൊണ്ടാണ്. എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം ശരിയാവും. കുറച്ച് പൈസ ചെലവാക്കാൻ നടക്കും. പൈസ കൊടുക്കാം. അല്ല വീട് തന്നെ വിളിച്ചു മാറ്റേണ്ടി വരും. പറയരുത്. പറഞ്ഞ കാര്യമില്ല. ഇപ്പൊ ഒരു തൂണല്ലേ വിളിക്കാൻ പറഞ്ഞേ, എല്ലാം മൊത്തം വിളിക്കേണ്ടി വരും. ഇത് എത്ര കൊടുക്കേണ്ടി വരും? 10 ഉറുപ്പ് കൊടുക്കണം. ഒരു 5-ന് തീരൂലേ? 5-ന് തീരാവില്ല, പകുതി പൊളിക്കും. ഒരു കാര്യം ചെയ്യാം, ഞാൻ പുള്ളിയോട് സംസാരിക്കും. പുള്ളി ആകെ പേടിച്ചിട്ട് നിൽക്കാണ്. സംസാരിക്കാം. നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ഇച്ചിരി പൈസ കൈക്കൂലി കൊടുത്താൽ തീരാവുന്ന കാര്യമുള്ളൂ. ഉദ്യോഗസ്ഥർക്ക് ഇച്ചിരി പൈസ കൈക്കൂലി കൊടുത്താൽ തീരും. നമ്മുടെ ഈ ഉദ്യോഗസ്ഥർക്ക് ഇച്ചിരി കാശ് കൈക്കൂലി കൊടുത്താൽ തീരുന്ന ആൾക്ക് ഇച്ചിരി കേൾവിക്കുറവുണ്ട് സാർ. അയാൾക്ക് കുറവുണ്ട്, പക്ഷെ നാട്ടുകാർ കേൾക്കാലോ. കൈക്കൂലി പിടിച്ചു വീടും തൂണും ഒക്കെ ഇടിച്ചു കൊണ്ട് ആകെ താറുമാറാക്കും. ഒന്നുമില്ല, ഇതിപ്പോ അപ്പൊ മൊയ്തോ, നാളെ വന്നിട്ടേ, നാളെ ഓഫീസിൽ കേൾവിക്കുറവുണ്ട്, ഇച്ചിരി ഇറക്കി പറഞ്ഞാലേ. നാളെ ഓഫീസിൽ വന്നിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോ. അപ്പൊ ഈ തൂണ് ഇപ്പൊ ഏതായാലും പണിഞ്ഞില്ല അവിടെ കേട്ട്. പിന്നെ ആ കോയല്ലേ, കോയ പുറകില്ലേ? പുള്ളിയുടെ കാര്യം നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോ. അല്ല, അത് ആ പരാതിയെ നമ്മൾ തമ്മിൽ തീർത്തോളാം. അത് തീർത്തോളാം സാർ, അത് കുഴപ്പമില്ല. ഇറങ്ങല്ലേ അപ്പൊ. ഓക്കെ, ശരി. കാര്യങ്ങളൊക്കെ തീർന്ന് ഈസി ആയിട്ട് കഴിഞ്ഞില്ലേ? 10,000 ഉറുപ്പ്യ പോയില്ലേ? അത് 10-ൽ നിന്ന് നല്ല എല്ലാ ആർത്തി പണ്ടാരങ്ങളാ. ആ 10,000 ഉറുപ്പ്യ എന്റെ കൂലിന്ന് പിടിക്കും ഞാൻ. എന്തിന്? അത് പിടിച്ചോ.